പൊതുജനം കഴുതയല്ല സാറിലേക്ക്. തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ആർ ശ്രീലേഖയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയാണ്. തിരുവനന്തപുരത്തേക്ക് ശാസ്തമംഗലത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറാണ് മുൻ DGP ആയ ആർ ശ്രീലേഖ. ശ്രീലേഖ തിരുവനന്തപുരം മേയറായേക്കും എന്ന അഭ്യൂഹം നേരത്തെ ശക്തമായിരുന്നു. പക്ഷേ BJP നിയോഗിച്ചത് BJPയുടെ മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ വി രാജേഷിനെയാണ്. അതേ തുടർന്ന് ശ്രീലേഖയ്ക്ക് ചില അതൃപ്തി ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വി രാജേഷ് ചുമതലയേറ്റ ശേഷമുള്ള മറ്റ് ചടങ്ങുകളിൽ നിന്ന് ആർ ശ്രീലേഖ വിട്ടുനിന്നു. പിന്നീട് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് ശേഷവും ആശാനാഥിനെ തെരഞ്ഞെടുത്തതിനു ശേഷവും ഇതേ രീതി തന്നെയാണ് ആർ ശ്രീലേഖ ആവർത്തിച്ചത്. ഇപ്പോൾ അനുനയത്തിൻ്റെ ഭാഗമായാണോ വി രാജേഷും ആശാനാഥും ശ്രീലേഖയുടെ വസതിയിലെത്തിയത് എന്നേ അറിയാനുള്ളൂ. ഏതായാലും ഇതിൻ്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ചേരുകയാണ്. റിനു, പറയൂ. ദിലീപ് കുമാർ അല്പസമയം മുമ്പാണ് ആർ ശ്രീലേഖയുടെ വീട്ടിലേക്ക് പുതിയ മേയർ രാജേഷും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥും എത്തിയത്. ഇവർ ഇപ്പോൾ വി രാജേഷ് അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും ആർ ശ്രീലേഖയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വീട്ടിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. സാധാരണ വിജയത്തിന് ശേഷം എല്ലാവരെയും പോയി കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമാണെന്നാണ് വി രാജേഷ് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാം, വലിയ വിവാദത്തിന് ശേഷം അല്ലെങ്കിൽ വലിയ ചർച്ചയ്ക്കും സംവാദത്തിനും ഒടുവിലാണ് വി രാജേഷിലേക്ക് മേയർ സ്ഥാനം എത്തിയത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം ആർ ശ്രീലേഖയ്ക്ക് ഉണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഇന്ന് വി രാജേഷിനെ മേയറായി തിരഞ്ഞെടുത്ത് വോട്ട് ചെയ്തതിനു ശേഷം ആ ഒരു സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്ന സമയത്ത് ശ്രീലേഖ ഹാൾ വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആശാനാഥിനെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കുമ്പോഴും ഈ വോട്ട് ചെയ്തതിനു ശേഷം ആ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ നിൽക്കാതെയാണ് ശ്രീലേഖ അവിടം വിട്ട് മടങ്ങിയത്. അത് വലിയ രീതിയിൽ വിവാദമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വി രാജേഷും അതുപോലെ തന്നെ ആശാനാഥും ആർ ശ്രീലേഖയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. ദിലീപ് കുമാർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ആർ ശ്രീലേഖയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയാണ്. വീണ്ടും ശബരിമലയിലേക്കാണ്. ശബരിമലയിൽ ഇപ്പോൾ ദീപാരാധന നടക്കുകയാണ്. തത്സമയ സംപ്രേഷണം. സന്നിധാനത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ ചേരുന്നു. സുജിത്, തങ്കയങ്കി ഘോഷയാത്ര അല്പസമയം മുമ്പാണ് സന്നിധാനത്ത് എത്തിച്ചേർന്നത്. ഇപ്പോൾ ദീപാരാധന സന്നിധാനത്ത് ശബരിമലയിൽ നടക്കുകയാണ്. പറയൂ. അതെ ദിലീപ് കുമാർ, ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന ആ ദിവസമാണ് ഇന്ന്. അതായത് മണ്ഡലപൂജ, അതായത് ശബരിമല തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടം മണ്ഡലപൂജയുടെ മണ്ഡലകാലത്തിന്റെ പരിസമാപ്തി കുറിക്കുന്നതിന്റെ തലേ ദിവസം 40ാം ദിവസത്തിൽ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ദീപാരാധന ദർശിക്കുന്നതിന് വേണ്ടിയാണ് നിരവധിയായ ഭക്തർ ദിവസങ്ങൾക്ക് മുന്നേ കാലേക്കൂട്ടി ശബരിമല സന്നിധാനത്ത് വിരിവെച്ച് കാത്തിരുന്നത്. ഇപ്പോൾ കർപ്പൂര ദീപങ്ങൾ ആളി കത്തുകയാണ്. കർപ്പൂരാഴിക്ക് സമീപത്തായി കർപ്പൂര ദീപപ്രഭയിൽ ശരണമന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ ഇപ്പോൾ അയ്യപ്പന് തങ്കവിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇപ്പോൾ സന്നിധാനത്ത് നടക്കുന്നത്. ദീപപ്രഭയിൽ സന്നിധാനവും പരിസരവും നിറഞ്ഞു നിൽക്കുന്ന ആ കാഴ്ചയാണ്. ഭക്തർ ഭക്തിയുടെ പരകോടിയിൽ ശരണാരവങ്ങളോടെ ശരണം വിളികളോടെ കാത്തിരുന്ന ആ നിമിഷമാണ്. ഏതാണ്ട് 5 മിനിറ്റ് മാത്രമാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തിയ ശേഷം ദീപാരാധനയ്ക്ക് വേണ്ടി ഭക്തർക്ക് കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. നടപ്പന്തലിൽ നിന്നും സോപാനം വരെ എത്തി ഈ തങ്കയങ്കി എത്തിച്ച ശേഷം സന്നിധാനത്ത് സോപാനം കടന്ന് ശ്രീലകത്തേക്ക് എത്തിച്ച് 5 മിനിറ്റിനകം തന്നെ ദീപാരാധന നടക്കുകയാണ്. ഇപ്പോൾ ദീപാരാധന പൂർത്തിയാകുന്ന അയ്യപ്പ വിഗ്രഹത്തിൽ ദീപാരാധന പൂർത്തിയാകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. ദീപാരാധനയ്ക്ക് ശേഷം ആരതി ഒഴിഞ്ഞ് ആ ആരതി പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ കാഴ്ചയിലേക്കാണ്, ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത്. ദിലീപ് കുമാർ, അന്തരീക്ഷത്തിൽ ശരണാരവങ്ങൾ മുഴങ്ങുന്നതിനിടെ ദീപപ്രഭയിൽ ഇപ്പോൾ ദീപാരാധന, തങ്കയങ്കി ധരിച്ചുകൊണ്ടുള്ള അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയതിന് ശേഷമുള്ള ദീപാരാധന. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് സന്നിധാനത്ത്.
വിവരങ്ങൾ നൽകിയത് ശബരിമലയിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വ്യവസായി മണിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലെത്തിയാണ് അന്വേഷണ സംഘം മണിയെ ചോദ്യം ചെയ്തത്. താൻ ഡി മണിയല്ലെന്നും തൻ്റെ പേര് സുബ്രമണിയാണെന്നും വ്യവസായി அவகாசப்பட்டு. ஒரு என்கொயரி என் பேர் மாறுதலுக்காக என்கொயரி பண்ணாங்க. அவங்க கேட்க கொஸ்டின் எல்லாம் கொடுத்துட்டேன். நீங்கள் இல்லை அப்படி சொல்லிட்டு கிளம்பிட்டாங்க. இதான் நடந்தது. இது நானா ஒரிஜினல் படத்தில் பார்த்தாங்க, அது இல்லை. அவங்க இது வரைக்கும் கேரளா இருந்து போலீஸ் வந்திருக்காங்க. அவங்க யாரு? எஸ்ஐடி. என்ன கேஸ்? எந்த கேஸும் சொல்லவே இல்லை. சரி, உங்கள் மேலே ஒரு கமெண்ட் ஆயிருக்கு. அவங்க சொல்லி அந்த கமெண்ட்னா சிபிஎஸ்சி கோர்ட்லேருந்து வந்திருக்கு பதில் சொன்னாங்க. அதுக்கு கேட்குற கொஸ்டின் எல்லாமே நான் பதில் சொல்லிட்டேன். என்ன கேட்டாங்க? உங்கள் பேர் என்ன கேட்டாங்க ஃபஸ்ட்டு. அதுக்கப்புறம் என்ன பிஸ்னஸ் பண்ணுறாங்க கேட்டாங்க. ஐடி கேட்டாங்க. ஒன்றுன்னா அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க நான் எம்எஸ் பண்ணி எம்எஸ் ஃபுல் நேம் சுப்பிரமணியன் சொன்னேன். அதுக்கப்புறம் வந்துட்டு எல்லாமே தாங்க பார்த்தா அப்புறம் யார் தெரிஞ்சுட்டு அவங்க. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് താൻ പരാമർശിച്ച ഡിണ്ടിഗൽ മണിയെ തന്നെയെന്ന് പ്രവാസി വ്യവസായി സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ 3 ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന പേരാണ് ഡി മണി. രമേശ് ചെന്നിത്തല പരിചയപ്പെടുത്തിയ വിദേശ വ്യവസായി, പ്രവാസി വ്യവസായിയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അതൊരു അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണെന്നും മാത്രമല്ല 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ച ഡി മണി എന്ന ചെന്നൈ സ്വദേശി ഇവിടേക്കെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി, മാത്രമല്ല ശബരിമലയിലെ ഒരു ഉന്നതൻ എന്നിവർക്ക് വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് പണം നൽകിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ SITക്ക് മൊഴിയായി നൽകി. ഇതിന് പിന്നാലെയാണ് SITക്കുള്ളിലെ പ്രത്യേക സംഘം ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഡി മണി എന്ന വ്യവസായിയിൽ നിന്ന് ആ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പ്രാഥമിക വിവരശേഖരണം നടത്തിയിരുന്നു. അവിടെ വെച്ചാണ് SITക്ക് ചില വിവരങ്ങൾ കിട്ടുന്നത്. അതായത് ഡി മണി എന്നാൽ ഡയമണ്ട് മണിയാണെന്നും ഇയാൾ ഡിണ്ടിഗൽ സ്വദേശിയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ മുതൽ SITയുടെ ഒരു പ്രത്യേക സ്ക്വാഡ് ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത്. ഇന്ന് രാവിലെ ആദ്യം ആ SIT പ്രത്യേക സംഘം ചോദ്യം ചെയ്തത് ഈ ഡി മണിയുടെ സുഹൃത്തും അദ്ദേഹത്തിന്റെ കൂട്ടാളിയുമായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്നയാളെ കേന്ദ്രീകരിച്ചായിരുന്നു. ശ്രീകൃഷ്ണൻ നേരത്തെയും ഈ സമാനമായ ചില വിഗ്രഹക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഉൾപ്പെട്ടുള്ള ആളാണ് എന്ന പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തു. അതിന് പിന്നാലെയാണ് ഡി മണിയെ വീണ്ടും നേരിൽ കണ്ട് ചോദ്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അതിനുശേഷം നാടകീയമായ ചില സംഭവങ്ങൾ ഉണ്ടായി. ഇയാൾ പറഞ്ഞു ഇയാൾ ഡി മണി ഒന്നുമല്ല, ഇയാൾ സുബ്രമണി എന്നയാളാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ SITയുടെ അന്വേഷണത്തിൽ ഇതുവരെയുള്ള കണ്ടെത്തലനുസരിച്ച് ഡി മണി ചെന്നൈയിലെ വിരുദനഗർ കേന്ദ്രീകരിച്ച ചില സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ടയാളാണ്, ഒരു വ്യവസായിയാണ്. ഇയാൾക്ക് വജ്ര വ്യാപാരമുണ്ട്, നേരത്തെ സ്വർണ്ണക്കച്ചവടം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ചില വിഗ്രഹ ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ഇയാളുടെ പങ്കിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ SIT ഇപ്പോൾ പുറത്തേക്ക് അല്ലെങ്കിൽ അവർ തന്നെ ചില സൂചനകളായി പുറത്തേക്ക് വിടുന്നുണ്ട്. എന്തായാലും ഡിണ്ടിഗലിലെ അന്വേഷണ സംഘം അവസാനിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ നാളെയും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ച് ഇരുവരുടെയും ഡി മണി അതേപോലെ ശ്രീകൃഷ്ണൻ എന്നിവരെ കുറിച്ചിട്ടുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായി ഉണ്ടാകും. അതേസമയം ഈ ശ്രീകൃഷ്ണൻ അതേപോലെ ഡി മണി എന്നിവർക്ക് നാളെ തിരുവനന്തപുരത്ത് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി അതേപോലെ ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയായിരുന്നു അവരുടെ അറസ്റ്റിലേക്കടക്കം അന്വേഷണ സംഘം കടന്നപ്പോൾ നിർണായകമാണ് നാളെ എന്നുള്ള കാര്യം ഉറപ്പ് സ്വർണ്ണക്കൊള്ളയിൽ. മാത്രവുമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ A പത്മകുമാറിനോടൊപ്പം മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസിനും N വിജയകുമാറിനും നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ അവർ ഇതുവരെയും ഹാജരായതായി നമുക്ക് വിവരമില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യത്തിൽ നാളെ SIT എടുക്കുന്ന തീരുമാനവും നിർണായകമാകും. ഇന്ന് വൈകുന്നേരം അവരുടെ റിവ്യൂ മീറ്റിംഗ് SITയോടെ ചേർന്നിരുന്നു. അതിനുശേഷം അവർ ഇക്കാര്യത്തിൽ കുറിച്ച് കൂടുതൽ ആലോചനകൾ നടത്തും. ഏതായാലും നാളെ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദിലീപ് കുമാർ, താൻ M സുബ്രമണിയാണ്, MS മണിയാണ് എന്നൊക്കെയായിരുന്നു ഇയാളുടെ അവകാശവാദം. ഇയാൾ ഡയമണ്ട് മണിയോ ഡിണ്ടിഗൽ മണിയോ അതല്ല ദാവൂദ് മണിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ആ മണി തന്നെയാണ് ഈ മണി എന്ന കാര്യം അന്വേഷണ സംഘം ഉറപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. ഇനിയൊരു ഇടവേള. പൊതുജനം കഴുതയല്ല തുടരുന്നു. അലി അക്ബർ എന്ന പ്രേക്ഷകൻ പറയുന്നു, ബെല്ലാരി രാജ എന്ന സിനിമയിൽ പറഞ്ഞ പോലെ വജ്രമണി, ഡയമണ്ട് മണി, ബെൻസ് മണി, അങ്ങനെ കുറേ പേരുകൾ. യഥാർത്ഥ പേര് സുബ്രമണി. മോഹൻ പിലാത്തറ പറയുന്നുണ്ട്, അന്വേഷണം വൈകും തോറും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് തമ്മിൽ എന്തു മൊഴി കൊടുക്കണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള സാവകാശം
കിട്ടുകയില്ലേ? ഇത് അന്വേഷണത്തെ വഴിതെറ്റിക്കുകയില്ലേ എന്ന ചോദ്യമാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇതെല്ലാം വിശദമായി കോടതി പരിശോധിക്കുന്നുമുണ്ട്. ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്, ഒരു കെടുകാര്യസ്ഥതയുടെ വാർത്ത പറയുന്നതിന് വേണ്ടിയാണ്. കെടുകാര്യസ്ഥതയും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ഒന്നുമല്ലാതായി പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് അഥവാ HMT. കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലെ HMT യൂണിറ്റിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് വിവാദമായിരുന്നു. എങ്ങനെയാണ് ഈ തകർച്ചയുടെ വക്കിൽ HMT എത്തിയത്? HMTയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിൽ പോലും ദുരൂഹതയുണ്ടെന്ന് ആരോപിക്കുകയാണ് യൂണിയനുകൾ. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്. ഒരു കാലത്ത് അഭിമാന നേട്ടങ്ങളുടെ നെറുകയിലുണ്ടായിരുന്ന HMT ഇന്ന് കേന്ദ്ര അവഗണനയുടെയും പ്രതിസന്ധിയുടെയും നടുവിലാണ്. അതിനിടയിലാണ് KSEBയുടെ ഫ്യൂസ് ഊരിയുള്ള ഇരുട്ടടിയും. വർഷങ്ങളായുള്ള കുടിശ്ശികയാണ് KSEBക്ക് HMT നൽകാനുള്ളത്. 2008-2009 കാലഘട്ടത്തിൽ KSEBക്ക് HMT നൽകാനുണ്ടായിരുന്നത് 14 കോടി രൂപ. ഇതിൽ 8 കോടി രൂപ ഇതിനകം അടച്ചിട്ടുണ്ടെങ്കിലും ബാക്കി 6 കോടി രൂപയ്ക്കൊപ്പം പലിശയും പിഴപ്പലിശയും ഉൾപ്പെടെ 30 കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് KSEB HMTക്ക് പലതവണ നോട്ടീസ് അയച്ചിരുന്നു. ഇത് മുടങ്ങിയതോടെയാണ് KSEB ഫ്യൂസ് ഊരിയത്. കുടിശ്ശിക വരുത്തിയ വിവരം യൂണിയനുകളെയോ സ്ഥലം MLA കൂടിയായ വ്യവസായ മന്ത്രി P. രാജീവരെയോ മാനേജ്മെന്റ് അറിയിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം വൈദ്യുതി നിലച്ചപ്പോഴാണ് തൊഴിലാളികൾ തന്നെ വിവരം അറിയുന്നത്. വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഇടപെട്ടതോടെ ഉപാധികളോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. HMTയോടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സമീപനമെന്ന് മന്ത്രി P. രാജീവ്. വൈദ്യുതി മന്ത്രിയുമായി ബന്ധപ്പെട്ടു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. ഒരു ഭാഗം അത് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തു. യഥാർത്ഥത്തിൽ യൂണിയൻ ഗവൺമെന്റ് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. HMT ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായശാലയായിരുന്നു. ഈ കളമശ്ശേരിയുടെ തന്നെ സമ്പദ്ഘടനയെ, ഇതിന്റെ ഇവിടുത്തെ ജീവിത രീതികളെ എല്ലാം തന്നെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സ്ഥാപനമാണ് HMT എന്നുള്ളത്. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ വരുത്തിവെച്ച 1188 കോടി രൂപയുടെ കുടിശ്ശിക എഴുതിത്തള്ളുമ്പോഴാണ് HMTയിൽ ഫ്യൂസ് ഊരിയുള്ള നടപടി. എന്നാൽ കേന്ദ്രത്തിന്റെ സ്ഥാപനം നമുക്ക് കേന്ദ്രം പണം തരുന്നുമില്ല, വായ്പയ്ക്ക് അനുവദിക്കുന്നുമില്ല, സാമ്പത്തികമായിട്ട് ഞെരുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ആ സ്ഥാപനത്തിന് ഞങ്ങൾ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് വിട്ടു തന്നാൽ ആ കാര്യത്തിന് നമുക്ക് തീരുമാനം എടുക്കാം. സംസ്ഥാന ഗവൺമെന്റിന് HMT വിട്ടു തരികയാണെങ്കിൽ അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് ആ സന്ദർഭത്തിൽ ആലോചിക്കാവുന്നതാണ്. വർഷങ്ങളായുള്ള കുടിശ്ശിക നൽകാതെ അതാത് മാസത്തെ ബില്ലുകളാണ് ഇപ്പോൾ അടയ്ക്കുന്നത്. 14 കോടി രൂപ കുടിശ്ശികയുണ്ടായിരുന്നതിൽ 10 കോടി അടച്ചാൽ കണക്കുകൾ തീർക്കാമെന്നായിരുന്നു 2009 KSEBയും HMTയും തമ്മിലെത്തിയ ധാരണ. തുക മുഴുവനായി അടച്ചില്ലെങ്കിൽ 5 ഏക്കർ ഭൂമി KSEBക്ക് വിട്ടു നൽകണമെന്നും ധാരണയായി. എന്നാൽ സ്ഥലം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ഭൂമി വിട്ടു നൽകാൻ കഴിഞ്ഞില്ല. KSEBയുടെ കണക്കിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് HMT മാനേജ്മെന്റിന്റെ വാദം. കുടിശ്ശിക അടക്കാതെ ഇപ്പോഴത്തെ ബില്ലുകൾ KSEB സ്വീകരിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് INTUC ആരോപിക്കുന്നു. HMTയുടെ ഭൂമി മുന്നിൽ വെച്ചുകൊണ്ട്, HMTയുടെ ഭൂമി കണ്ടുകൊണ്ട് ചില കറുത്ത കരങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് പറയാനുള്ള കാരണം, ഇപ്പോൾ ജുഡീഷ്യൽ സിറ്റി, നമ്മളെല്ലാം വാർത്താ മാധ്യമങ്ങളെ കാണാം, ജുഡീഷ്യൽ സിറ്റിക്ക് വേണ്ടി HMTയുടെ ഭൂമി എടുക്കാൻ പോകുന്നുള്ളത്. HMTക്ക് ജുഡീഷ്യൽ സിറ്റിക്ക് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുന്നതിലും ഞങ്ങൾ എതിർപ്പൊന്നുമല്ല. നാടിൽ വികസനം വരണം, അത്തരം കാര്യങ്ങൾ ഞങ്ങൾ എതിർപ്പൊന്നുമല്ല. പക്ഷേ HMTക്ക് പൂർണ്ണ അധികാരമുള്ള, HMTയുടെ കയ്യിൽ ആധാരമുള്ള ആ ഭൂമി ഇപ്പോൾ സുപ്രീം കോടതിയിൽ തർക്കത്തിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കേരള സർക്കാർ നടപടി സ്വീകരിക്കുന്നത്. ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ് KSEBക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ചർച്ചകളും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം സ്തംഭിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കളമശ്ശേരി ഈ HMT റിവൈവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും യൂണിറ്റുകൾ പൂട്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോകുന്ന യൂണിറ്റ് പൂട്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയവും ഞങ്ങൾക്കുണ്ട്. ഉൽപാദനം നിലച്ചും മാസശമ്പളം മുടങ്ങിയും HMT ഇതേ നിലയിൽ തുടർന്നാൽ അടച്ചുപൂട്ടലിന്റെ വക്കിലാകും. ഒരു തലമുറയുടെ അടയാളപ്പെടുത്തലായിരുന്നു HMT വാച്ചുകൾ. ഉൽപ്പന്നങ്ങൾ എക്കാലത്തും വിശ്വാസ്യതയിൽ ഒന്നാമത്. അവിടെ നിന്നാണ് ഒരു സ്ഥാപനം വൈദ്യുതി ബിൽ പോലും അടക്കാൻ പറ്റാത്ത നിലയിൽ തകർന്നു പോകുന്നത്. പറയാൻ പല ന്യായങ്ങളുമുണ്ടാകും. അതിനെല്ലാം അപ്പുറം HMT തിരിച്ചു വരണം. പ്രതിസന്ധിയിൽ തകർന്നു പോകേണ്ടതല്ല ആ 3 അക്ഷരം. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഒരു കാലത്ത് കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന HMT, ആ HMTയെ അങ്ങനെ നാശത്തിലേക്ക് വിട്ടുകൊടുക്കരുത്. അതിൻ്റെ പുനരുദ്ധാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലക്ഷ്യമിടണം. അവിടെയുള്ള ജീവനക്കാരെ സഹായിക്കണം. കേരളത്തിൻ്റെ അഭിമാനം, ഈ സ്ഥാപനത്തിൻ്റെ അഭിമാനം, HMT എന്ന കേരളത്തിൻ്റെ അഭിമാനമായ ആ വ്യവസായ സ്ഥാപനത്തെ നിലനിർത്തണം.
പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ID-യിലും നിങ്ങൾക്ക് വിശേഷങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇതോടെ പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24-ൻ്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി അനുജ രാജേഷ്.